കന്നിമാസ പൂജകൾക്കായി നട തുറന്നിരിക്കുന്ന ശബരിമലയിലെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട 13-ാം തീയതിയാണ് തുറന്നത്. കന്നിമാസ പൂജകൾ കൂടി ഉള്ളതിനാൽ ഭക്തർക്ക് തുടർച്ചയായ 9 ദിവസം ദർശനത്തിനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കന്നിമാസ പൂജകൾക്ക് ശേഷം സെപ്റ്റംബർ 21-നാണ് നട അടയ്ക്കുക. ഓണത്തോടനുബന്ധിച്ച് ഉത്രാട നാളിൽ മേൽശാന്തിയുടെയും തിരുവോണത്തിന് ദേവസ്വം ജീവനക്കാരുടെയും അവിട്ടം നാളിൽ പോലീസിന്റെയും വകയായി സന്നിധാനത്ത് ഓണസദ്യയും ഉണ്ടായിരുന്നു. ഇത്തവണ കന്നിമാസ പൂജയും അതുപോലെ തന്നെ ഓണനാളുകളും അടുത്തടുത്ത് വന്നതിനാലാണ് 9 ദിവസത്തെ ദർശന സമയം ഭക്തർക്ക് ലഭിക്കുന്നത്. ഓണാവധി കൂടി ചേരുന്ന ദിവസങ്ങളായതുകൊണ്ട് കൂടുതൽ ഭക്തജനങ്ങളുടെ വരവ് ഇവിടെ ഇക്കാലത്ത് പ്രതീക്ഷിക്കുന്നു. എല്ലാ മലയാള മാസവും ആദ്യ ദിനങ്ങളിൽ പ്രതിമാസ പൂജയ്ക്കായി ശബരിമല നട തുറക്കുന്നത് പതിവാണ്. 3-4 ദിവസമാണ് ഇത്തരം തുറക്കലുകൾ നീണ്ടു നിൽക്കാറുള്ളത്. ഇത്തവണ അത് 9 ദിവസമായി നീണ്ടു. തുലാമാസ പൂജയ്ക്കാണ് ഇനി നട തുറക്കുക. അതുപോലെ തന്നെ ഒക്ടോബർ 16 മുതൽ 21 വരെ നട തുറന്നിരിക്കും. ഈ ദിവസങ്ങളിലും ഭക്തർക്ക് ദർശനം നടത്താം. ശ്രീ ചിത്ര തിരുനാൾ ആട്ടവിശേഷത്തിനു വേണ്ടി ഒക്ടോബർ 30-നും ഒരു നട തുറപ്പുണ്ട്. 31-ന് തന്നെ നട അടയ്ക്കുകയും ചെയ്യും. പിന്നീട് നട തുറക്കുക നവംബർ മാസം 15-നാണ്. മണ്ഡലപൂജ മഹോത്സവത്തിനു വേണ്ടിയാണ് ഇത്. ഡിസംബർ 26 വരെ നട തുറന്നിരിക്കും. മണ്ഡലപൂജ നടക്കുക ഡിസംബർ 26-നാണ്. മകരവിളക്കിന് വേണ്ടിയാണ് പിന്നീട് നട തുറക്കുക. ഡിസംബർ 30-നാണ് ഇത്. ജനുവരി 1-ാം തീയതി 2025 ജനുവരി 1-ാം തീയതി വീണ്ടും നട അടയ്ക്കും. മകരവിളക്ക് നടക്കുക ജനുവരി 14-നാണ്. ജനുവരി 19 വരെ നട തുറന്നിരിക്കും. ഇതാണ് ശബരിമലയിലെ നട തുറപ്പ് വിശേഷങ്ങൾ. നട തുറപ്പുമായി ബന്ധപ്പെട്ട് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ KSRTC തയ്യാറെടുക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ KSRTCയുടെ പ്രത്യേക സർവീസുകൾ ശബരിമലയിലേക്കുണ്ട്. ഓണത്തോടനുബന്ധിച്ചും കന്നിമാസ പൂജകൾക്കുമായി 13-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് ശബരിമല നട തുറന്നത്. 21 രാത്രി 10 മണിക്ക് നട അടയ്ക്കും. ഈ സമയത്ത് തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം പമ്പയിലേക്ക് ഒരാഴ്ച മുൻപ് സ്വീറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊട്ടാരക്കര, പുനലൂർ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ നിന്നും പമ്പയിലേക്ക് സർവീസുകളുണ്ട്. നിലയ്ക്കൽ, പമ്പ ചെയിൻ സർവീസുകളും ക്രമീകരിച്ചിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് യാത്രക്കാരുടെ തിരക്കനുസരിച്ച് സ്പെഷ്യൽ ബസ്സുകളും മുൻകൂട്ടി ബുക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു. കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടാൽ തൊട്ടടുത്ത യൂണിറ്റുകളിൽ നിന്നും സർവീസുകൾ ക്രമീകരിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. അങ്ങനെ ഇത്തവണ കന്നിമാസ പൂജകളും ഓണവും ഒക്കെ ബന്ധപ്പെട്ട വളരെ നല്ല സൗകര്യങ്ങളാണ് ഭക്തർക്കായി KSRTCയും ഒരുക്കിയത്. മറ്റൊരു സന്തോഷ വാർത്ത ഭക്തർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ചെങ്ങന്നൂർ പമ്പ റെയിൽപാതയെക്കുറിച്ചാണ്. ആലപ്പുഴ ജില്ലയുടെ യാത്രാ സ്വപ്നങ്ങളും റെയിൽവേ വികസനവും യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ്. അങ്ങനെ ശുഭസൂചകമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. കേന്ദ്രമന്ത്രിസഭയുടെയും റെയിൽവേ ബോർഡിന്റെയും അനുമതി ലഭിക്കേണ്ട താമസമേ ഉള്ളൂ. അങ്ങനെ ലഭിച്ചാലുടൻ ഈ പാതയുടെ നിർമ്മാണം ആരംഭിക്കും. 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ശബരിമലയിലേക്കുള്ള ഒരു എളുപ്പമാർഗം തന്നെയാണിത്. ചെങ്ങന്നൂർ പമ്പ റെയിൽപാത തീർത്ഥാടകരുടെ യാത്രാ ദുരിതങ്ങൾക്ക് അറുതി വരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ ശബരിമല ഭക്തരെ കാത്ത് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ശബരിമല ദർശനത്തിനുള്ള ഈ ഒരു സമയം സകല അയ്യപ്പ ഭക്തരും ഉപയോഗപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.